സോ ആദ്യമേ തന്നെ ചോദിക്കാനുള്ള ചോദ്യം, ഈ ഫിലിമിലും സീരിയലിലും ഒക്കെ വില്ലത്തി അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രങ്ങളിൽ വരുന്ന ആൾക്കാര് ജീവിതത്തിലും വില്ലത്തിയാണോ? ഒരിക്കലും അല്ല. അല്ല. ഇല്ല ഇല്ല, വളരെ കൂളാണ്. വില്ലത്തി ആക്ച്വലി കഥാപാത്രം ആയിട്ടുള്ള ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ലൊക്കേഷനിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ലൊക്കേഷനിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതെ, എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ട്, ചിരി, കളി. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വില്ലത്തി റോള് അറിയാമല്ലോ, ഡയലോഗ്സ് ഒക്കെ കുറച്ച് എല്ലാവരോടും ദേഷ്യപ്പെടുന്നതൊക്കെ. അത് കോ ആക്ടേഴ്സിന്റെ അടുത്ത് പറയാൻ തന്നെ ചിലപ്പോൾ എനിക്കൊരു ടെൻഷൻ വരും. അയ്യോ, ഇത്രയും നേരം ചിലപ്പോൾ നമ്മളെ ടെൻഷനാണോ? അങ്ങനെയല്ല, ലൈക്ക് അത്രയും നേരം നമ്മൾ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പൊ ഞാൻ അതുമായിട്ട് ഓക്കെ ആയി. ആദ്യ സമയത്ത് കുറച്ച് സീനായിരുന്നു. അതെ അതെ. ഓക്കെ. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഒരു സംശയമാണ്, എനിക്കൊക്കെ ആദ്യം കണ്ടപ്പോ പെട്ടെന്ന് തോന്നി മലയാളി തന്നെയാണ്. അങ്ങനെ ആരെയും ചോദിച്ചിട്ടുണ്ടോ മലയാളി തന്നെയാണോ? ഫസ്റ്റ് ചോദിക്കുന്നത് അതാണ്, മലയാളിയാണോന്ന്. നമ്മുടെ ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ടയാണ്. അവിടെ നമ്മളെ വിളിക്കുന്നത് ഇരട്ടപ്പേരൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഇരട്ടപ്പേര്? മദാമ. മദാമ. ഓക്കെ. മദാമേതായിരുന്നു. അപ്പൊ പിന്നെ ആ സമയത്ത് എനിക്ക് എങ്ങനെങ്കിലും വെളുപ്പ് കുറയണോന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥനയായിരുന്നു. കട്ടുമേലൊക്കെ സൗന്ദര്യം ഒരു ശാപമായി പോയ. അങ്ങനെയല്ല, വെളുപ്പ് ഭയങ്കര പൂച്ച. സിനിമയില് പറയുന്ന പോലെ പാവങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം വാരി കോരി കൊടുക്കരുതെന്ന് അല്ലേ? അതുപോലൊക്കെ. അങ്ങനെ സൗന്ദര്യമല്ല, പക്ഷെ വെളുപ്പിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് പ്രശ്നമായിരുന്നു. പിന്നെ ഭയങ്കര കളറായിരുന്നു പ്രശ്നം. ഭയങ്കര കളർ. പിന്നെ ഇപ്പൊ ഏജ് ഇങ്ങനെ വരുന്നതനുസരിച്ച് ടാനും അങ്ങനെയൊക്കെ അടിച്ച് കുറച്ച് കളർ കുറയല്ലോ. ഇതിലും ഭയങ്കര വെളുപ്പായിരുന്നു. പിന്നെ അതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ചോദിച്ചേ? മറന്നുപോയല്ലോ. എന്താ ചോദിച്ചെന്നാ ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ അപ്പം പിന്നെ ഞാൻ നേഴ്സിംഗ്, ഞാൻ BSc നേഴ്സാണ്. നേഴ്സിംഗ് പഠിക്കാൻ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോഴാണ് എനിക്ക് സമാധാനമായി. കാരണം അവിടെ ഉള്ളവർക്കൊക്കെ പൂച്ചക്കണ്ട് ഭയങ്കര ഇഷ്ടമാണ്, വെളുത്തോരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ എന്നെ കോംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ വെളുപ്പ് ഓക്കെയാണ്. അപ്പൊ ആ ഒരു ശാപം ഒരു അനുഗ്രഹമായിട്ട് മാറി. ഇപ്പം പിന്നെ ഈ ഫീൽഡിൽ വന്നപ്പോ എനിക്ക് ഭയങ്കര അനുഗ്രഹം. എല്ലാരും വെളുക്കാൻ വേണ്ടി ഇവിടെ ഗ്ലൂട്ടാത്തിയോൺ എടുത്തോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് പിന്നെ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്, നാച്ചുറൽ വെളുപ്പുണ്ടല്ലോ. ഓക്കെ. അപ്പൊ എന്താ ഈ പത്തനംതിട്ടയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. പത്തനംതിട്ടയില് എങ്ങനെയായിരുന്നു ഒരു സപ്പോർട്ട്? സ്വന്തം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു സപ്പോർട്ട്? ആക്ച്വലി ഞാൻ കുഞ്ഞിലെ തന്നെ ഒരു 17 വയസ്സുള്ളപ്പോൾ തന്നെ നഴ്സിങ്ങിന് അങ്ങ് പോയോണ്ട് നാടുമായിട്ട് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയി. അത് കഴിഞ്ഞിട്ട് ദുബൈയിലായിരുന്നു കുറച്ച് നാള്, ഗവൺമെന്റിൽ ജോലിയായിരുന്നു. പിന്നെ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം നാട്ടിലേക്ക് നമ്മൾ എറണാകുളത്ത് സെറ്റിലായി. ഇവിടെ വീട് വാങ്ങി. അങ്ങനെ എൻ്റെ പേരൻസ് എല്ലാം ഇങ്ങോട്ട്. പിന്നെ നാട്ടിലേക്ക് പോയിട്ടേ ഇല്ല? നാട്ടിൽ എന്തെങ്കിലും ലൈക്ക് കല്യാണം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പോകും, അല്ലാണ്ട് നാട്ടിലേക്ക് പോകില്ല. പക്ഷെ നാട്ടിലുള്ളവർക്ക് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. എല്ലാരും ഭയങ്കര പ്രൗഡാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാള് ഇപ്പോ ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് ഉയർന്നു. അതെ, എല്ലാരും കോംപ്ലിമെന്റ് ഒക്കെ ചെയ്യും. അപ്പൊ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പം അമ്മമാര് എല്ലാവരും തിരിച്ചറിയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല. പത്തരമാറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ടില്ല നാട്ടില്. പോയിട്ടില്ല. എന്തുകൊണ്ട് പോയില്ല? എനിക്ക് പോണമായിരുന്നു. പത്തരമാറ്റിന്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാല് ടൈറ്റ് ആണ്, എപ്പിസോഡ് കുറവാണ്. അതുകൊണ്ട് 15 ദിവസം ആണെങ്കിൽ പോലും അത് 20 ഒക്കെ ആവും. അപ്പം പിന്നെ പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇനി എന്തായാലും പത്തനംതിട്ട സീരിയലിന് ശേഷം ഒന്ന് പോയി നോക്കണം, ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നറിയാം. ഓക്കെ. പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ട് ഒഴിച്ചാല് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയാല് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വരിക, അങ്ങനെ എല്ലാവരും. കാരണം പത്തനംതിട്ട ഏഷ്യാനെറ്റിലെ തന്നെ നമ്പർ 1 സീരിയലാണ്. റേറ്റിംഗിൽ ഏറ്റവും നല്ല. അതെ, നമ്പർ 1 ആണ്. അപ്പൊ എവിടെ പോയാലും ജലജ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എല്ലാരും ഓടി വന്നിട്ട് അയ്യോ നിങ്ങൾ ഇത്രയും ഇതാണോ, ലൈക്ക് കാണുമ്പം കുറച്ച് മെച്യൂരിറ്റി തോന്നും സ്ക്രീനില്. എന്റെ മുഖത്തിന്റെ ആണോ, എന്റെ മുഖത്തിന് കുറച്ച് ഫ്രെയിം കുറച്ച്. അതെ. അപ്പൊ ഞാൻ ഒരുങ്ങിയൊക്കെ കഴിയുമ്പോഴത്തേന് എനിക്ക് കുറച്ചുകൂടെ ഏജ് തോന്നും. അപ്പൊ ഇത്രയും കുഞ്ഞിതായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു സന്തോഷം വരും, ഒരു ആഹ്ലാദം, ഒരു സെൽഫ് പ്രൗഡ്. ഓക്കെ. അപ്പൊ ഈ പറയുന്ന പത്തരമാറ്റിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എല്ലാരും പറയുന്ന ഒരു കാര്യം എന്നാ? പത്തരമാറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്നെ കുറിച്ചാണോ അത് ടോട്ടൽ പത്തരമാറ്റോ? ടോട്ടൽ പത്തരമാറ്റല്ല, ഞാൻ ചോദിക്കുന്ന ജലജ എന്ന ക്യാരക്ടറിനെ അവര് അട്രാക്ട് ചെയ്യാൻ കാരണം. എല്ലാരും എന്റെ കോസ്റ്റ്യൂമും ഓർണമെന്റ്സും ഭയങ്കര, ഞാൻ ഭയങ്കര അപ് ടു ഡേറ്റ് ആയിട്ടൊക്കെയാണ് എല്ലാം. ഞാൻ അതിനു വേണ്ടി ഡെയിലി ലൈഫിലും അങ്ങനെയാണോ? ഫാഷൻ ട്രെൻഡ്സ് ഒക്കെ
പക്ഷെ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ വെച്ച് നോക്കിയാൽ ഞാൻ ഭയങ്കര ബാക്ക് അടിക്കേണ്ട ഒരാളാണ്. പത്തനംതിട്ട വടശ്ശേരിക്കരയിലുള്ള വളരെ സാധാരണ സ്ഥലത്ത് ജനിച്ചു വളർന്ന ആളാണ്. പക്ഷെ ഞാൻ തന്നെ എഫേർട്ട് ഇട്ട് ഫാഷൻ ട്രെൻഡ്സ് ഒക്കെ ഒബ്സർവ് ചെയ്ത് ഭയങ്കര അൾട്രാ മോഡേൺ അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് പോകാറുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് അത്രയും മോഡലിംഗിലേക്ക് ഉയർന്നു വന്നെങ്കിൽ ഇവിടെയൊക്കെ ജനിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പോകുമായിരുന്നു. അതെ ഇവിടെ ജനിക്കേണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നാൽ ഞാൻ ഏത് സാരി ഉടുക്കണം, അതിന് ഏത് ഓർണമെന്റ്സ് ഇടണം, അതിന് ഇതെല്ലാം ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് ഇതൊക്കെ എവിടുന്ന് സമയം കിട്ടുന്നു? ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും അതിനെന്തിടണം, അങ്ങനെ അവിടെ ഉള്ള എല്ലാവരും പറയും എൻ്റെ കാര്യം. കാരണം ബാക്കി ആരും ഇതൊന്നും കാര്യമായിട്ട് ചെയ്തില്ലെങ്കിലും ആദ്യം തൊട്ടേ ഞാൻ ജലജ അതിനുവേണ്ടി ഹോംവർക്ക് ചെയ്യുന്നുണ്ട്, അത് കാണാനുണ്ട് സ്ക്രീനിൽ. അവിടെ വിളിക്കുന്നത് എല്ലാരും എന്നെ ജലജ എന്നാണ്. ആരും പേര് ഞാൻ എല്ലാരെയും അവിടെ ചെന്നാലും ക്യാരക്ടർ നെയിം വിളിക്കുക. അതൊരു ശീലമായി. എല്ലാരും എന്നെ ഡയറക്ടറൊക്കെ എന്നെ വേറെ വേറെ വിളിക്കുക. അതേതാ പേര്? ജഡേജ. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ബാക്കിയുള്ള കോസ്റ്റാസ് ജലു എന്നാ വിളിക്കുന്നത്. ജലൂന്ന്. സ്മിത എന്നുള്ള പേരൊക്കെ എല്ലാരും മറന്നുപോയി. ഓക്കെ, അപ്പം ജലജയുടെ ഒറിജിനൽ നെയിം സ്മിത സാമുവൽ എന്നാണ്. നമ്മൾ ഇതിൽ അങ്ങ് ഔട്ട് വിടുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാല്, ഈ മോഡലാകുക എന്നുള്ള ഒരു ആഗ്രഹം അത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ തൊട്ട് ഉള്ളതാണോ, അതെയോ ചെറുതിലേ മുതൽ ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ചെറുതിലെ മുതലേ പിന്നെ എനിക്കൊരു ഫിലിം എനിക്കിങ്ങനെയായിരുന്നു, ഒരു മുഖചിത്രത്തിൽ വരണം. അന്ന് മംഗളവും മനോരമയും വനിതയൊക്കെ ആണല്ലോ, അതിന്റെ ഒരു കവർ പേജ് വരണം. ഇപ്പൊ നമ്മള് എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കടയുടെ ഫ്രണ്ടിലൊക്കെ മാഗസിൻ തൂക്കി ഇങ്ങനെ ഇട്ടേക്കുന്ന കാണുമ്പോൾ അതിലൊന്ന് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ പിക്ചറൊക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ അയച്ചു കൊടുക്കാലോ, പക്ഷെ വന്നിട്ടില്ല. പക്ഷെ ഇതിലേക്ക് വരാന് ഒരു കാരണവശാലും വരേണ്ട ഒരാളല്ല ഞാൻ. നഴ്സിങ്, എനിക്ക് നല്ല ഗവൺമെന്റിൽ നല്ല ജോലിയുണ്ട് ദുബൈയിൽ, എനിക്ക് ഇതിലോണ്ട് വരേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഞാൻ BSc നഴ്സിംഗ് പോസ്റ്റ് BSc എടുക്കാൻ മംഗലാപുരത്ത് വന്നു. ആ സമയത്ത് എന്നെ ട്രെയിനെ വെച്ചിട്ട് ഒരാൾ കണ്ടിട്ട് ഒരു കാർഡ് തന്നു. നിങ്ങളുടെ ഫേസ്, നിങ്ങൾ ആർട്സിൽ വല്ലതും ഉണ്ടോ, നല്ല ഫേസ് ആണല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്നെന്നും പറഞ്ഞ് എനിക്ക് ആ നമ്പർ തന്നതാണ്. ഇതാണ് പറയുന്നത് മാനിഫെസ്റ്റേഷന്റെ പവർ എന്നൊക്കെ അല്ലേ? സത്യം. നമ്മള് ഒരേ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഒരേ കാര്യം ആഗ്രഹിച്ചാൽ ലോകം മൊത്തം അതിന്റെ കൂടെ നിൽക്കും. അത് എന്റെ അനുഭവമാണ്. ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ആഗ്രഹിച്ച് സാധിച്ചിട്ടുണ്ടോ? വീട് എനിക്ക് സ്വന്തമായിട്ടാണ് വീട് സ്വന്തമായിട്ട് എറണാകുളത്ത്. അപ്പൊ എനിക്ക് ഇന്ന വീട് വേണം, ആ വീടെല്ലാം ഞാൻ രാവിലെ വരെ സ്വപ്നം കാണും, വെളുപ്പിനെ വരെ. എന്റെ കുഞ്ഞിലെ ഒരു കാര്യം ചിന്തിച്ചാൽ തന്നെ ആലോചിച്ചു. പക്ഷെ അത് കിട്ടാൻ എനിക്ക് കുറെ സമയം എടുക്കും, 10 വർഷമൊക്കെ എടുക്കും ചിലപ്പോ. അല്ല, ഇപ്പൊ കുഞ്ഞിലെ ആഗ്രഹിച്ച കാര്യം ഇപ്പോഴല്ലേ നടന്നേ. കാരണം എൻ്റെ 20കളിൽ എനിക്ക് ഇതിലോട്ടൊന്നും വരാൻ പറ്റിയില്ല. അത് വന്നിരുന്നെങ്കിൽ ചിലപ്പോ നല്ലൊരു പൊസിഷനിൽ എത്തി. അതെ നമുക്ക് കറക്റ്റ്. അതുകൊണ്ട് ആരും ഇങ്ങനെ നിരാശപ്പെട്ടു അയ്യോ എനിക്ക് കിട്ടിയില്ല. നമ്മൾ അതിനുവേണ്ടി പിന്നെ ഈ ഒരു മോഡലിംഗ് എന്നുള്ള ഒരു സ്വപ്നം മാറ്റി വെച്ചിട്ട് BSc നഴ്സിംഗിലേക്ക് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞ എല്ലാരും കുറച്ച് ക്രിസ്ത്യൻ ഉണ്ട്. അപ്പൊ എല്ലാരും നഴ്സിങ്ങിനെ വിടുന്നേ. നഴ്സിങ്ങിന് പോയാൽ രക്ഷപ്പെട്ടു, കുടുംബം സെറ്റായി, ഫാമിലി സെറ്റായി, ഒന്നി കാനഡയിൽ പോവാം, ലണ്ടനിൽ പോവാം, UK പോവാം. അങ്ങനെ എൻ്റെ പേരൻസും എന്നെ നഴ്സിങ്ങിന് തന്നെ വിട്ടു. എല്ലാവരും നഴ്സിങ്ങിന് പോയി. പക്ഷെ എനിക്ക് എയർ ഹോസ്റ്റസ് ആകാനായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്കറിയില്ല, മാർക്കൊക്കെ എനിക്ക് അത്ര വലിയ അക്കാഡമിക് ഒന്നും കുഴപ്പമില്ല, ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, അത്ര അതുമായോണ്ടായിരിക്കും. പിന്നെ അതിന്റെ ഒരു എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊന്നും അത്ര റൂട്ടിലൂടെ പോകണം എന്ന് ആരും ഗൈഡ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ നഴ്സിങ്ങിന് പോയി.